നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോര് ഇനി മറയത്തല്ല. പോസ്റ്ററുകളിലും വീഡിയോകളിലും തുറന്ന യുദ്ധം. രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലോ ആരുടെയും ക്യാമ്പുകൾ പിന്നിലല്ല. നേതാക്കളുടെ അറിവോടെ തന്നെ പ്രചാരണങ്ങൾ കത്തുന്നു. ഡൽഹിയിൽ നിന്ന് ലാൻഡിംഗ് ചെയ്യാൻ തയ്യാറായി കെ.സി. സീനിയോറിറ്റിയും അനുഭവവും കൈവശം വെച്ച് ചെറുത്തു നിൽക്കുന്ന ചെന്നിത്തല. പ്രകടനവും നിലവിലെ ലീഡർഷിപ്പും മുന്നോട്ട് വെച്ച് നിലപാട് കടുപ്പിക്കുന്ന വി.ഡി. സതീശൻ. ഇത് ആരോഗ്യകരമായ മത്സരമല്ല, അധികാരത്തിനായുള്ള തുറന്ന കച്ചവടം. ജനവിധി വരും മുൻപേ തന്നെ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിൽ കുടുങ്ങിയ കോൺഗ്രസ് ഇങ്ങനെ തുടർന്നാൽ അധികാരം നേടുന്നതിന് മുന്നേ തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തും. വോട്ടെണ്ണലിന് മുന്നേ തന്നെ കസേര പിടിക്കാൻ കയ്യാങ്കളി. പിണറായി ഭരണം മാറണമെന്ന ആഗ്രഹത്തിൽ ജനങ്ങൾ യു.ഡി.എഫിനെ തെരഞ്ഞെടുത്താൽ മുഖ്യമന്ത്രി ആരെന്ന തർക്കത്തിൽ തന്നെ അവർ പെടും. പിണറായി വിജയനെതിരെ ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നുവെന്ന് ജനങ്ങൾ ചിന്തിച്ചു പോകുന്ന ചക്കളത്തിപ്പോര്. നേതൃത്വം ഉറപ്പിക്കാനാവാത്ത പാർട്ടിക്ക് സംസ്ഥാനം നയിക്കാനാകും. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള പോര് കോൺഗ്രസിൽ പ്രകടമാവുകയാണ്. പോസ്റ്ററുകളും വീഡിയോകളും രമേശ് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലിനുമായി പ്രചരിക്കുകയാണ്. ആരും ഒന്നും തടയുന്നില്ല എന്നതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്നത്. മെയ് 4-ന് ജനവിധി വരും മുന്നേ തന്നെ എന്തിനാണ് ഈ തർക്കം? ശ്രീ പണിക്കർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ബി റെജി എന്നിവർ ചേരുകയാണ്. ശ്രീ റെജി, എന്തായാലും നേതാക്കളുടെ അറിവോടെ അല്ല ഇതെന്ന് പറയുവാൻ തീരെ സാധിക്കുകയില്ല. കാരണം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇതിനായി രൂപീകരിച്ചിരിക്കുന്നു. ഈ കേരള യാത്ര എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തല പുതിയൊരു പോർമുഖം തുറക്കുന്നു. അതുപോലെ തന്നെ കെ.സിക്ക് വേണ്ടിയും ഇതേ രീതിയിൽ തന്നെ പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ പ്രചരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? നോക്കൂ ശ്രീ മഞ്ജുഷ്, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ഫലം കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ജനങ്ങളെല്ലാം, കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമാണ് മുഖ്യമന്ത്രി. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള സോഷ്യൽ മീഡിയയിലെയും ഒക്കെ ഉള്ള ചർച്ചകൾ. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യു.ഡി.എഫ് എന്ന സംവിധാനം രൂപപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ കാണുന്നത് വി.ഡി. സതീശനായുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറെ കാര്യങ്ങൾ ചോർന്നിരിക്കുകയാണ്. അവിടെ കെ.സി. വേണുഗോപാലിന് എതിരെ വരുന്ന പരാമർശങ്ങളാണ് ആ കാണുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് 3 പേർക്കുമായുള്ള ഈ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഇത് കോൺഗ്രസിൽ മുൻപും ചക്കളത്തിപ്പോരുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഈ ജനവിധി ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി തർക്കം, അതും പരസ്യമായിട്ട്. നോക്കൂ, കേരളത്തിലെ 2 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ യു.ഡി.എഫ് സംവിധാനം രൂപീകരിച്ചതിന് ശേഷം 8 തവണ കോൺഗ്രസ് യു.ഡി.എഫിൻ്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന രീതി കേരളത്തിൽ അവലംബിച്ചിരുന്നു. ആ സംവിധാനം മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അതായത് യു.ഡി.എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട്, സുതാര്യമായ രീതിയുണ്ട്, ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്. 1947 മുതൽ 67 വരെ, അതായത് കോയലീഷൻ പോളിറ്റിക്സ് വരുന്നതിന് മുമ്പ് വരെ എത്രയോ മുഖ്യമന്ത്രിമാരെ ഇന്ത്യ മഹാരാജ്യത്ത്. ശരിയാണ്, പക്ഷേ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. അപ്പോൾ എവിടെ ഏത് രീതിയിൽ ഇതിനു വേണ്ടി ക്യാമ്പയിൻ ചെയ്യണമെന്ന് ഈ 3 നേതാക്കൾക്കും അറിയാം. അതാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. സോഷ്യൽ മീഡിയ വഴി പരമാവധി പ്രചാരണം കൊടുക്കുക, ഞാനാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ. ആ പോസ്റ്ററുകൾ കാണുമ്പോഴേ അറിയാമല്ലോ, ചെന്നിത്തലയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത പോസ്റ്ററുകൾ ഇന്നലെ ഒരുപാടെണ്ണം ഒരേ സമയത്ത് തന്നെ റിലീസായിരുന്നു. OC-യുടെ ദൗത്യം പൂർത്തിയാക്കാൻ ഇതാ RC വരുന്നു, മാധ്യമപ്പടയല്ല, വാഴ്ത്തുപാട്ടുകാരല്ല, പോരാട്ടങ്ങളുടെ തമ്പുരാൻ എന്ന രീതിയിൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി അടുത്ത പോസ്റ്റർ. ഇത് കൂലിപ്പടയാളികളല്ല, പോരാളികളാണ് നായകനാകുന്നത്, RC കേരളം നയിക്കും. ഇതുപോലെയുള്ള പോസ്റ്ററുകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വെട്ടുന്നതിന് വേണ്ടി സതീശൻ ക്യാമ്പ് അടുത്തത് ഇറക്കും, കെ.സി.യുടെ ക്യാമ്പ് ഇറക്കും. ഇത് പരിഹാസ്യമാവുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിൽപ്പെട്ട്. ഈ 3 പേരും മാത്രമല്ല കേട്ടോ, മറ്റ് നേതാക്കൾക്ക് വേണ്ടിയും ഏറെയും കുറഞ്ഞുമുണ്ട്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി പോസ്റ്ററുകൾ വരുന്നുണ്ട്, ശശി തരൂരിന് വേണ്ടി വരുന്നുണ്ട്. നോക്കൂ, ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ശശി തരൂരിൻ്റെ വളരെ പ്രശസ്തമായ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്? വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം
മതി ഫർണിച്ചർ വാങ്ങുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് UDFന് വ്യക്തമായ ഭൂരിപക്ഷം ലഭ്യമാകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുകയും അതിനെ തുടർന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടി ചട്ടങ്ങളിലേക്ക് പോവുക എന്നുള്ളത്. ഇപ്പോഴേ അത്തരത്തിലുള്ള ഒരു ചർച്ച ഒരു KC വേണുഗോപാലിനുള്ളതാണ് ഈ കാണുന്നത്. ശരി, നോക്കൂ. അപ്പോൾ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു ചർച്ച കോൺഗ്രസ് തന്നെ വിലക്കിയിട്ടുണ്ട്. അതൊരു അനാവശ്യ ചർച്ചകളാണ്, അല്ലെങ്കിൽ അതൊരു പ്രസക്തിയില്ലാത്ത ഒന്നാണ് എന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പലപ്പോഴും അത് സൂചിപ്പിക്കുകയും അണികളെ അത്തരത്തിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 2 കോടി വോട്ടർമാരുടെ മനസ്സിലുള്ള എല്ലാവരെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. 1000 അണികൾ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വേണ്ടി തന്നെ ഇവർ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ശ്രീ ബി റെജി. കാരണം ഇത് ഒരു സംശയമില്ല ഞാൻ പറയാൻ കാരണം ഇപ്പോൾ എനിക്കും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് പലതവണയും ഈ നേതാക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന്. പക്ഷേ ഈ നേതാക്കളുടെ അനുയായികൾ തന്നെ വിളിച്ചു പറയുന്നു ഓരോ പോസ്റ്ററുകളും ഇറക്കുമ്പോൾ അത് ആരുടെ പ്രേരണയിലാണ് വരുന്നത് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം അറിയാം, മാധ്യമങ്ങൾക്ക് ഒക്കെ അറിയാം, താങ്കൾക്കും അറിയാം ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്, ഓരോ പോസ്റ്ററുകൾക്കും ഈ പറയുന്ന വീഡിയോകൾക്കും പിന്നിലുള്ളത് എന്ന്. ശ്രീ ജേക്കബ് ജോർജ്, KC വേണുഗോപാലിന് വേണ്ടി എന്തിനാണ് ഈ പ്രചാരണം നടക്കുന്നത്? ഇപ്പോൾ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആണെങ്കിൽ നമുക്ക് പോട്ടെ, അവർ രണ്ടുപേരും മുഖ്യമന്ത്രി പദവിക്ക് അർഹരാണ് എന്ന് പറയാം. KC വേണുഗോപാലിന് എന്ത് അർഹതയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ വരുവാനുള്ളത്? ഡൽഹിയിൽ നിന്ന് ലാൻഡിംഗ് കാത്തു നിൽക്കുകയാണ്. മറ്റൊരു കാര്യമുണ്ട്, ഈ സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ KCക്കായിരുന്നു മുൻഗണന കിട്ടിയിരുന്നത്. ഈ പറയുന്ന ഇപ്പോൾ മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ KCക്ക് വേണ്ടി കൈപൊക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ KC പറയുന്ന കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. ഈ നടക്കുന്ന മുഖ്യമന്ത്രി പദവിക്കായുള്ള ചർച്ചകളിൽ ഞാൻ താല്പര്യൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി പദവിക്ക് തനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയുന്നില്ല, ചർച്ചകളിൽ താല്പര്യമല്ല എന്നാണ്. എന്തൊക്കെ കാണും. അല്ല, KC വേണുഗോപാൽ മുതിർന്ന നേതാവാണ്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ മുഴുക്കയും ചിലവുകൾ നേതൃത്വം, കാരണം ഒരു നേതാവ് വേണമല്ലോ, അതൊക്കെ വഹിച്ചത് KC വേണുഗോപാലാണെന്നാണ്. KC വേണുഗോപാൽ വന്നാൽ കേരളം മാറും എന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ വരുന്നത് അദ്ദേഹത്തിന് തന്നെ അല്ലല്ലേ. ഞാൻ പറയട്ടെ മഞ്ജുഷേ, അതാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ളതാണ് ആ ന്യായവാദത്തിൻ്റെ അവകാശവാദത്തിൻ്റെ ഒരു കാതലായ ഒരു കാരണം. അവർ തന്നെ പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. കാരണം ഒരു ഇലക്ഷന് ചില്ലറ കാശൊന്നുമല്ല. ഓരോ 140 മണ്ഡലങ്ങളിലേക്കും പൈസ കൊടുക്കണം, എല്ലാവർക്കും കാശ് കൊടുക്കണം. അതിനൊരു ഫണ്ടിങ് ഏജൻസി വേണമല്ലോ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. ഈ പോസ്റ്ററിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. KCക്ക് തന്നെ നാണം തോന്നുന്ന ഒരു പോസ്റ്റർ ആയിരിക്കും അത്. ശരി, ഇത് പക്ഷേ നാണം കെട്ട ഏർപ്പാടായിപ്പോയി കോൺഗ്രസ്. അത് തിരഞ്ഞെടുപ്പ് ഫലം ഇനിയും കിടക്കുന്നു 10 ദിവസം കൂടി. 10 ദിവസം കൂടി കഴിഞ്ഞെങ്കിലേ ഈ പെട്ടി പൊട്ടിക്കുകയുള്ളൂ, എങ്കിലേ അറിയത്തുള്ളൂ. അതിനു മുമ്പ് തന്നെ കയറി ഇങ്ങനെ 3 പേർ, പ്രധാനമായിട്ടും 3 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടക്കുന്നത് മഹാനാണക്കേടാണ്. വോട്ട് ചെയ്തവരോട് കാണിക്കുന്ന അപമര്യാദയാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. അപ്പോൾ ഈ OCയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തോളോടി തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ്. തർക്കമുണ്ടായിരുന്നു അവർ തമ്മിൽ. 2011 മുഖ്യമന്ത്രിയാകാൻ തനിക്കും അർഹതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വിശ്വസിച്ചിരുന്നു. തന്നെ നായരായി ബ്രാൻഡ് ചെയ്താണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഒരു വേള ഒരു അധികാരമാറ്റം ആ 5 വർഷത്തിനിടയിൽ ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല സ്വപ്നം കണ്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുവാൻ അദ്ദേഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ അന്ന് ആ മുഖ്യമന്ത്രി പദവി അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ OCയുടെ പാത പിന്തുടരുവാൻ RC എന്ന രീതിയിൽ ശരി അത്തരം പോസ്റ്ററുകൾ, മറ്റു ചില പോസ്റ്ററുകളും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഉമ്മൻചാണ്ടി ഏത് രീതിയിലാണ് ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്നത് അതുപോലെയാണ് KC വേണുഗോപാൽ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഉച്ചവെയിലിൽ കിടന്നുറങ്ങും, ഇല്ലേ, ഭക്ഷണമില്ലാതെ. ശരി ശ്രീ. അതെ, കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു, യാതൊരു സംശയമില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒരു ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ് വരുമ്പോൾ അത് മറ്റേ എതിർകക്ഷിയാണെങ്കിൽ, കേരളത്തിൽ അങ്ങനെയാണല്ലോ, മാറി മാറി ഓരോ തവണയും മാറി മാറി വരുന്ന ഭരണം. ഒരു തവണ UDF ആണെങ്കിൽ മറുതവണ അടുത്ത തവണ LDF, ഇങ്ങനെ കൃത്യമായ ഇടവേളകളിലാണ് നമ്മൾക്ക് ഈ ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല കിട്ടിയില്ല? അത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കോൺഗ്രസ് മുന്നണിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, UDF തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. അതാണ് കാരണം, അതിൻ്റെ പ്രകടമായ കാരണം. അല്ലെങ്കിൽ ആ ഭരണം കിട്ടിപ്പോയതിനെയും. അത് ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രകടമായ മാറ്റം വരുത്തി. പിണറായിക്ക് അനുകൂലമായിട്ട് അദ്ദേഹത്തിന് ഭരണ തുടർച്ച കിട്ടി. മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ കൊണ്ടുപോവുകയും ചെയ്തു 2021. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്.
പക്ഷേ അത് വീണ്ടും കിട്ടണം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന പറയുന്നത് പരസ്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, പണ്ട് AK ആൻ്റണി ACUവിൻ്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, പിന്നീട് ഉമ്മൻചാണ്ടി തൊട്ടു പുറകെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓരോ തവണയും നേതൃത്വത്തെക്കുറിച്ചൊരു ചോദ്യമില്ല ആന്റണി വിഭാഗത്തിൽ. പിന്നീട് K കരുണാകരൻ മുഖ്യമന്ത്രിയാവുന്നു 82-ൽ വീണ്ടും 82-ൽ മുഖ്യമന്ത്രിയാവുന്നു. അതൊരു വലിയ സംഭവമാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ജൈത്രയാത്ര K കരുണാകരൻ ഒരു മുന്നണി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. 82 ഒരു പുതിയ മുന്നണി ലീഗിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് അതിൻ്റെ കോച്ചുമ വാട്സപ്പ് ചാറ്റിൽ കണ്ടത് KC വേണുഗോപാലിനെതിരെ ഈ VD സതീശന് വേണ്ടി വർക്ക് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്ന സന്ദേശമാണ്. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അത് അദ്ദേഹം ചെയ്തില്ല, കേരളത്തിൽ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങളാണ് വരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അതെ. അപ്പോൾ കേരളത്തിൽ ഈ ഒരു പതിവുണ്ടായിരുന്നു, ഒരു നാച്ചുറൽ ചോയ്സ്. മുഖ്യമന്ത്രി ആര്? CPM-ലാണെങ്കിലും ഇടതുപക്ഷത്ത് VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് അല്പം ഒരു ബലപ്രയോഗം, കൈപ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും. VKൻ്റെ ഭാഷയാണ് കേട്ടോ. അത് ഇത്രയൊക്കെ ഉണ്ടാകും. കൈക്രിയ എന്നൊക്കെ VKൻ്റെ കഥകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. കരുണാകരന് ശേഷം ആൻ്റണി വന്നു. ആൻ്റണിയെ ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടി ഇതുപോലൊരു കൈക്രിയ നടത്തി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കയ്യിലോട്ട് ഭരണം കിട്ടിയത്. ഈ റജിക്ക് കോൺഗ്രസ്സുകാർക്കൊന്നും മനസ്സിലാകത്തില്ല, അത് അവർക്കൊന്നും ദഹിക്കത്തില്ല ഇതൊന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ 3 പേർ രംഗത്ത് വരുമ്പോൾ ഈ 3 പേരും കൂടി ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്, ഒരു മേശപ്പുറത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന് നല്ലത്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നല്ലത് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 3 പേരോടും എനിക്ക് നല്ല സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷേ. ശരി, ശ്രീത് പണിക്കർ, എന്തായാലും ഇവരെല്ലാവരും വിശ്വസിക്കുന്ന കാര്യം, അതുപോലെ തന്നെ പൊതുവെ അങ്ങനെയാണല്ലോ, ഈ പിണറായി ഭരണത്തിന് ഒരു അന്ത്യമുണ്ടാകും, LDFന് പകരം UDFനെ തെരഞ്ഞെടുക്കും, കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നാണല്ലോ, ആ ഒരു വിശ്വാസത്തിലാണല്ലോ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി തർക്കത്തിന്റെ ആത്മവിശ്വാസം വരുന്നത്. പക്ഷേ ഇത് അതിരുകളെല്ലാം ലംഘിച്ചു പോകുന്ന ഒരു പരിപാടിയായി പോയില്ലേ? ഇവർ തന്നെ ഫോണിൽ വിളിച്ചും മറ്റും ആളുകളുമായിട്ട്, ഇപ്പോൾ പരിചയക്കാരുമായിട്ട്, ഈ സ്വാധീനമുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്നു, ഇന്നയാളായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. ഇത് എങ്ങോട്ടുള്ള പോക്കാണ്? അതിനിടയിൽ ഈ KC വേണുഗോപാലിന്റെ ലാൻഡിംഗ് കൂടിയാകുമ്പോൾ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മൈനസ് ചെയ്യപ്പെട്ടു എന്ന രീതിയിലായിരുന്നു KC. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, അതിശക്തമായിട്ട് ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ശ്രീ മഞ്ജുഷ്, ഇതിലെ ഒന്നാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാനായിട്ട് ഇനിയും ഏതാണ്ട് 2 ആഴ്ചയോളം സമയം ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത കേരളത്തിലെ മന്ത്രിസഭ ആരാണ് രൂപീകരിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എല്ലാ പാർട്ടികൾക്കും ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നോ അല്ലെങ്കിൽ ഭരണം നിലനിർത്തുമെന്നോ ഒക്കെ തന്നെ സ്വപ്നം കാണാനോ അല്ലെങ്കിൽ അതിനനുബന്ധിയായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കാനോ ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. പക്ഷെ അതൊക്കെ വോക്കലായിട്ട് മാറാതെ ആഭ്യന്തരമായിട്ട് അവർ തീരുമാനിക്കുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ ഇപ്പോൾ പല അഭിപ്രായ സർവേകളും അല്ലെങ്കിൽ പ്രീപോൾ സർവേകളും ഒക്കെ പറഞ്ഞിരിക്കുന്നതിന് തുല്യമായിട്ട് LDF ഭരണം നിലനിർത്തുകയാണെങ്കിൽ കനത്ത രീതിയിലത്തേക്ക് ഇവരെല്ലാം തന്നെ വിമർശിക്കപ്പെടും, ട്രോൾ ചെയ്യപ്പെടും. ഇവർക്ക് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല, ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് ഒരു തരത്തിലുള്ള അറിവുമില്ല എന്ന രീതിയിലത്തേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പരസ്യമായിട്ടുള്ള ഒരു വിഴുപ്പലക്കൽ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിക്കൽ ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. പിന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു തർക്കത്തിന്റെ സ്പെസിഫിക്സിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മെറിറ്റിലേക്ക് നമ്മൾ വന്നാൽ, കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു വലിയ തമ്മിലടിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ഈ ഒരു ഡ്രോയിലേക്ക് വന്നിരിക്കുന്ന ആളെന്ന രീതിയിൽ വേണം KC വേണുഗോപാലിനെ കാണാൻ. കാരണം ആദ്യം തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും അവിടെയുണ്ട്. ഈ 2 പേർക്ക് പുറമെ മൂന്നാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്താണ് ശ്രീ KC വേണുഗോപാലിന്റെ സാന്നിധ്യം ഇവിടെ ശക്തമായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ട് എല്ലാ ന്യൂസ് മാധ്യമങ്ങളും അദ്ദേഹത്തിന് അഭിമുഖം നടത്തിയിരുന്നു. ആ അഭിമുഖങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പല ചാനലുകളും വാഹനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ പ്രചരണത്തിനൊപ്പം നടന്ന് ഈ ജനപ്രതിനിധികളെയും ഇങ്ങനെയുള്ള നേതാക്കന്മാരെയും ഒക്കെ വണ്ടിയിൽ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇന്റർവ്യൂ ശ്രദ്ധിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, അദ്ദേഹം ഇവിടെ വരുന്നില്ല എന്നാണ്. അങ്ങനെ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ ഈ ഒരു സമയത്ത്, ഈ ചർച്ച നടക്കുന്ന സമയത്ത്
തനിക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാരോട് അദ്ദേഹം പറയണം എനിക്ക് വേണ്ടി വാദിക്കേണ്ട, കാരണം ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കേണ്ട എന്ന് അദ്ദേഹം പറയണം. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം അത് പറഞ്ഞിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ എല്ലാ ആൾക്കാരും അത് കേൾക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പബ്ലിക് ബാക്കിംഗ്, ഒരു എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ അതായത് കാണുന്നത്. അദ്ദേഹമാണ് അടുത്ത കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി, കെ സി വേണുഗോപാലാണ്, സംശയമില്ല എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ അണികളെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന നേതാക്കൾ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചവർ തന്നെ, അല്ലേ? എക്സാക്ട്ലി. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ചിരിക്കുന്ന ആൾക്കാർ, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിനെ ചൊല്ലി വിവാദമുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ നിരവധി ആൾക്കാർ ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണ് നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ മറ്റാൾക്കാരെയും വിളിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമമൊക്കെ തന്നെ ഈ ക്യാമ്പുകളിൽ നിന്ന് നടക്കുന്നത്. സത്യത്തിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന സ്റ്റോറിയിലാണ് ഈ ഫൈനാൻസ് ബാക്കിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് കെ സി വേണുഗോപാലാണ്. ഇവിടെയുള്ള തെരഞ്ഞെടുപ്പ് ഇൻഫ്രാസ്ട്രക്ചർ കോൺഗ്രസിന് വേണ്ടി ചലിപ്പിച്ചത് കെ സി വേണുഗോപാലാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആര് ഫൈനാൻസ് ചെയ്തു, കോൺഗ്രസിന് എവിടെ നിന്ന് ഈ പിന്തുണയെല്ലാം തന്നെ കൊണ്ടുവന്നു, മറ്റുള്ള ഇടത്തു നിന്ന് ആൾക്കാരെ എങ്ങനെയാണ് പ്രചരണത്തിന് കൊണ്ടുവന്നത്, ഇതൊന്നും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അതിനൊരു ഏബിൾ ഓൾട്ടർനേറ്റീവായിട്ട് ആരുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയുടെ മുന്നണി നേതാക്കന്മാരുണ്ട്, അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അജണ്ടയുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്കാര് ഫൈനാൻസ് ചെയ്തു, അവരുടെ തെരഞ്ഞെടുപ്പ് ചക്രത്തിനെ ആര് ചലിപ്പിച്ചു എന്നൊന്നും തന്നെ ആൾക്കാരുടെ വിഷയമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനാണ് അധികാരം അടുത്തത് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ പോലും അവരുടെ മാൻഡേറ്റ് ഒരിക്കലും കെ സി വേണുഗോപാലിനല്ല എന്ന് നമുക്കറിയാം. കാരണം കെ സി വേണുഗോപാൽ ഇതിന്റെ മുന്നണി പോരാളിയായിരുന്നില്ല, അദ്ദേഹം 140 സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നില്ല, അദ്ദേഹം സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അങ്ങനെ ഒരാളിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാരൊക്കെ തന്നെ ആഗ്രഹിച്ചിരുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കെ സി വേണുഗോപാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് കേരളം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. അത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ കേരള ജനത അത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്യും. കാരണം അതിനകത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് വരികയാണ്. അവിടെ എം പിമാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനമെടുത്തത് അദ്ദേഹം കൂടി ഉൾപ്പെട്ട കോൺഗ്രസ് പ്രസ്ഥാനമാണ്, അല്ലേ? അത് അറിയാവുന്ന കാര്യമാണ്. ഇനി അദ്ദേഹത്തിന് കേരളത്തിൽ വരണമെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, 2 ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അല്ല, അവിടെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ശ്രീ കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ആ സ്ഥാനം രാജിവെക്കുന്നു, എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അതിനുശേഷം അദ്ദേഹം വെക്കേറ്റ് ചെയ്തിരിക്കുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടിട്ട് പിന്നീട് ഒരു ലോക്സഭാ സീറ്റ് കിട്ടുന്നു. ഇനി ആ ലോക്സഭാ സീറ്റ് രാജിവെച്ചതിന് ശേഷം അദ്ദേഹം മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ മണ്ഡലം ആലപ്പുഴയാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് വലിയ വളർച്ചയാണ്, ഞെട്ടിക്കുന്ന വളർച്ചയാണ് കഴിഞ്ഞ തവണ ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലി കോൺഗ്രസ് ആ ഒരു സീറ്റിനെ കൂടി റിസ്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരു രാജ്യസഭാ സീറ്റും ഒരു ലോക്സഭാ സീറ്റും റിസ്ക് ചെയ്തുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് 140 പേർക്ക് പുറത്തുള്ള ഒരാളിനെ കെട്ടിയിറക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസ് തന്നെ ചിന്തിക്കണം. 2, ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? 1, ശ്രീ VD സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭയ്ക്കുള്ളിൽ സർക്കാരിനെതിരെ പട നയിച്ചത് അദ്ദേഹമാണ്. 2, രമേശ് ചെന്നിത്തല, കാരണം രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ പ്രചരണം നയിച്ചത് അദ്ദേഹമാണ്. കോൺഗ്രസിന്റെ പ്രചരണ കമ്മിറ്റി ചെയർമാനായിട്ട് തീരുമാനിച്ചത് അദ്ദേഹത്തിനെയാണ്. അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് VD സതീശനോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാവുക എന്നുള്ള താല്പര്യത്തിലാണ്. അവിടെ കെ സി വേണുഗോപാൽ എവിടെയാണ്? കെ സി വേണുഗോപാലിന്റെ താല്പര്യം എന്താണ്? കോൺഗ്രസിന്റെ താല്പര്യനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇതെല്ലാം കെ സിയുടെ അറിവോടുകൂടി തന്നെയാണ് നടക്കുന്നത്. ഈ വരുന്ന പോസ്റ്ററുകൾ, വീഡിയോകൾ, അതുപോലെ തന്നെ ഇന്ന് വിക്കിപീഡിയയിൽ, അത് അദ്ദേഹത്തിന്റെ തലയിലേക്ക് വെക്കേണ്ട, കാരണം വിക്കിപീഡിയ ആർക്കും തിരുത്താം. അതിൽ കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലും കെ സിയെ അവതരിപ്പിക്കുകയാണ്, അല്ലേ? അതെ, അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരു ഘട്ടത്തിലാണ് സത്യത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഉണ്ടായിരുന്ന ആത്മാർത്ഥത തെളിയിക്കേണ്ടത്. വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം ഇനി ആൾക്കാർ എന്നെ പിന്തുണച്ചോട്ടെ, എനിക്ക് വേണ്ടി ആൾക്കാർ അപദാനങ്ങൾ വാഴ്ത്തി അല്ലെങ്കിൽ വലിയ വീരകവിതകളൊക്കെ തന്നെ ചമച്ചോട്ടെ എന്ന് ചിന്തിച്ചിരിക്കുന്നതല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ചുമതല സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ്. അപ്പോൾ ആ സംഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അച്ചടക്കരാഹിത്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ചർച്ച ഉണ്ടാകരുത്, കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ള ഒരു ബോധ്യം ആദ്യമേ ഉണ്ടാകേണ്ടുന്ന ആള് കെ സി വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹം പറയണം, നോക്കൂ, എനിക്ക് ഈ താല്പര്യമില്ല,
അപ്പോൾ അദ്ദേഹം അതിനെ തടയാതിരിക്കുന്നിടത്തോളം കാലം, അദ്ദേഹത്തിന് വേണ്ടി കടുത്ത പ്രചരണം നടക്കുന്ന കാലത്തോളം, അതിന്റെ ടോർച്ച് ബെയറേഴ്സ് ആയിട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരും സ്ഥാനാർത്ഥികളായിരുന്ന ആൾക്കാരും നിൽക്കുന്നിടത്തോളം കാലം അതിന് അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശീർവാദവും ഉണ്ട് എന്ന് മാത്രമേ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പറയുന്നുണ്ടോ, ഇല്ല എന്ന് തറപ്പിച്ച് പറയുന്നുണ്ടോ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു പദവിയിലേക്ക് തനിക്ക് ആഗ്രഹമില്ല, താൻ മുഖ്യമന്ത്രിയായി വരില്ല എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മുഖ്യമന്ത്രി ചർച്ചകളിൽ എനിക്ക് താല്പര്യമില്ല എന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ മുഖ്യമന്ത്രി ആകാൻ താല്പര്യമില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല KC വേണുഗോപാൽ. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്ന സമയത്ത് ഒരു ചാനലിന്റെ ബസ്സിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനോടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തനിക്കത് താല്പര്യമില്ല, തന്റെ വിഷയത്തിലുള്ള കാര്യമേ അല്ല അത്, അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണോ അവരിൽ ആരെങ്കിലും ആയിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വേവ് ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭ്യൂഹം ഉണ്ടാകുമ്പോൾ അതിൽ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ട് 1-2 ആൾക്കാർ വേറെ ഉള്ളപ്പോൾ ഇദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ നിലപാട് ഇത് തന്നെയാണ്, അതിൽ യാതൊരു വിധത്തിലുള്ള, ഇപ്പം മഞ്ജുഷ പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ താനില്ല എന്നാണോ പറഞ്ഞത്, അതോ മുഖ്യമന്ത്രി ചർച്ചയിൽ താല്പര്യമില്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ പോലും അസ്ഥാനത്താണ്. അതാണ് ഞാൻ പറയുന്നത്. എക്സാക്ട്ലി ഞാൻ പറയുന്നത് മഞ്ജുഷ. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ മാറ്റുന്നതിന് വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവന ഈ സമയത്തുണ്ടാകണം. അത് ഉണ്ടാകാതെ കുറേയധികം ആൾക്കാർ വേണുഗോപാൽ ഒരു സുവർണ അവസരമായി കണ്ടിരിക്കുന്ന KC വേണുഗോപാൽ അങ്ങനെ പറയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? KCക്ക് വേണ്ടി നടക്കുന്ന പ്രചാരണങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണെന്ന്. ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ അദ്ദേഹം അത് പറയേണ്ടത് ഇപ്പോഴാണ്. അത് പറയാതിരിക്കും തോറും ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് പ്രശ്നത്തിലാകുന്നത്. ഒന്ന്, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി. 2, പീപ്പിൾസ് മാൻഡേറ്റ് വാസ് നെവർ ഫോർ KC. അത് നമുക്കറിയാമല്ലോ. KC വേണുഗോപാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന രീതിയിലത്തേക്കേ അല്ല ഇവിടെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. കാരണം ആൾക്കാർ വോട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ മുന്നിലുള്ള പ്രസന്റബിൾ ആയിട്ടുള്ള 2 ലീഡേഴ്സേ ഉള്ളൂ. അതിലൊന്ന് VD സതീശനാണ്, മറ്റൊന്ന് അവരുടെ പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഈ 2 ആൾക്കാർ മുന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഓപ്ഷൻ അപ്പുറത്തേക്ക് മറ്റ് മൂന്നാമതൊരു ഓപ്ഷനിലേക്ക് കോൺഗ്രസ് പോകേണ്ടുന്ന ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അവരിപ്പോൾ ഭരണത്തിൽ വരികയാണെന്ന് കരുതിക്കോളൂ. അത് 71 സീറ്റോ അതിന് മുകളിലേക്ക് എത്ര സീറ്റോ ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 പേരിൽ ഉള്ള ഒരാളല്ലാതെ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു ജനറിക് റൂൾ അടിച്ച് ഏൽപ്പിച്ചതിന് ശേഷം, വളരെ മികച്ച വിജയസാധ്യത കണ്ണൂരിൽ ഉണ്ടായിരുന്ന K. സുധാകരനെ പിന്തിരിപ്പിച്ചതിന് ശേഷം അങ്ങനെ ഒരാൾ മത്സരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു കോൺഗ്രസിന്റെ നയം എങ്കിൽ എന്തിനാണ് ആ MP-മാരിലുള്ള ഒരാൾ, തെരഞ്ഞെടുപ്പിൽ പോലും നിൽക്കാതിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് നൂലിൽ താഴേക്ക് കെട്ടി ഇറങ്ങുന്നത് എന്നുള്ള ഒരു ചോദ്യമില്ലേ? അത് കോൺഗ്രസിന് നല്ലതിനല്ല. കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കുറേയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന്, കുറേയധികം നാണക്കേട് സ്വയം പിടിച്ച് തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്നതിന് തുല്യമായി പോകും. അതുകൊണ്ട് ഈ ഒരു നിമിഷത്തിലെങ്കിലും KCയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചരണം അവസാനിപ്പിക്കാൻ അദ്ദേഹം പറയുന്നതാണ് നല്ലത്. പിന്നെ നമുക്കറിയാം ഭൈമി കാമുകന്മാർ നിരവധിയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ആകുന്ന സമയത്ത്. അതുകൊണ്ട് ആരും തന്നെ ഈ മുന്തിരിങ്ങ കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് കയ്പാണ് എന്ന് കരുതി മാറി നിൽക്കുന്ന ആൾക്കാർ കോൺഗ്രസിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതെ, തലയെണ്ണുമ്പോൾ ആർക്കാണ് പിന്തുണ കൂടുതൽ എന്നുള്ളതാണല്ലോ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആർക്ക് വേണ്ടിയാണ് കൂടുതൽ കൈകൾ പൊങ്ങുന്നത് എന്ന്. പക്ഷേ ഇത്തവണത്തെ ശ്രീ B. റെജി, ഇത്തവണ സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ KC അനുകൂലികളാണ് കൂടുതലും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് പോലും സ്ഥാനാർത്ഥിത്വം കിട്ടി. അത് KCയുടെ ഇടപെടലിലാണ്. നോക്കൂ ശ്രീ മഞ്ജുഷ്, ഈ കോൺഗ്രസ് പാർട്ടിക്ക്, അതായത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, ഈ കൂട്ടുകക്ഷി ഭരണ സംവിധാനം ഉണ്ടായതിന് ശേഷം തന്നെ ഏതാണ്ട് 95-ലധികം മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസും അത് ചേർന്നു വരുന്ന പ്രസ്ഥാനങ്ങളും. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ നിയോഗിക്കുക കോൺഗ്രസിന് പുതുമയുള്ള കാര്യമല്ല. ചില കേഡർ പാർട്ടികളിലാണെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ പോക്കറ്റിൽ ഒരു തുണ്ടുകടലാസുമായി വന്നിട്ട് ഇതാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന രീതി അല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന് ഒരു ജനാധിപത്യ പാരമ്പര്യമുണ്ട്. ഇവിടെ ബഹുമാനായ നോക്കൂ, UDFിൻ്റെ ചെയർമാൻ ശ്രീ VD സതീശൻ, അദ്ദേഹം യോഗ്യനാണ്. അതുപോലെ പ്രചാരണത്തിൻ്റെ സമിതിയുടെ നേതൃത്വം വഹിച്ച ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം യോഗ്യനാണ്. അതുപോലെ ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ കോൺഗ്രസിൻ്റെ ഒരു ടീമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾക്ക് മുമ്പാകെ വന്നത്. കോൺഗ്രസിന് നിരവധി നേതാക്കളുണ്ട്. KPCC പ്രസിഡന്റ് അല്ലെ സമുന്നതരായ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിന് നേതൃക്ഷാമമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും വരുന്നത്. ഓടുപൊളിച്ച് ഇറങ്ങി വന്ന നേതാവല്ല KC വേണുഗോപാൽ. 5 പതിറ്റാണ്ട് കാലത്തെ കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും ബാക്കിയാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും എന്ന് തുടങ്ങി KC വരണം KC
വളരണം കേരളം. നോക്കൂ അതെനിക്ക് തോന്നുന്നു മഞ്ജുഷിന് വേണ്ടി അയച്ചതെന്നാണ്. നോക്കൂ ബഹുമാനായ ശ്രീജിത്ത് പണിക്കരൊന്നും ആശങ്കപ്പെടുന്നത് പോലെ കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാളെ പാർലമെന്ററി പാർട്ടി, അതായത് കോൺഗ്രസിന്റെ നേതൃത്വം പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതിന് വ്യക്തമായ ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്, കാലാകാലങ്ങളിൽ സ്വീകരിച്ചു അതിൽ വരുന്നത്. കേസ് ഉണ്ടാവില്ല എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ആ പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ലാത്ത കേസി ആ പാർലമെന്ററി പാർട്ടിയിൽ അല്ല മഞ്ജുഷ, ആ പാർലമെന്ററി പാർട്ടി തീരുമാനത്തിൽ കേസി ഇല്ല. അപ്പൊ കേസിയുടെ പേര് അതിൽ ഉയരത്തില്ല എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ ശ്രീ റജി? അത് നോക്കൂ, ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം വരുന്നത് ഹൈക്കമാൻഡിനാണ്. നോക്കൂ, കേസി മുഖ്യമന്ത്രിയുടെ ഒരു ഓപ്ഷൻ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം മത്സരിക്കേണ്ടതായിരുന്നില്ല. ശ്രീജിത്ത് നോക്കൂ, ഈ കോൺഗ്രസ് ഇന്നും ഇന്നലെ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനല്ലേ കാലങ്ങളായി പാരമ്പര്യമായി വേണുഗോപാൽ എന്തായാലും ഈ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് വരേണ്ട ആവശ്യമില്ല. കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകേണ്ടതില്ല. അതായത് ഇങ്ങനെ നടക്കുന്ന ചർച്ചകൾ അത് നിർത്തേണ്ടത് കെ.സിയുടെ കൂടി ചുമതലയാണ്. അതല്ലെങ്കിൽ നാണക്കേടിന്റെ പടുകുഴിയിലാവും. ഒരു പക്ഷേ കോൺഗ്രസും UDF-ഉം ജയിച്ചില്ലെങ്കിലോ ആ സാഹചര്യം കൂടി ഒന്ന് ഓർത്തു നോക്കൂ. എത്രമാത്രം എളുപ്പത്തിലാകും ഈ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പോകലെടുക്കുന്ന കാര്യങ്ങൾ. മഞ്ജുഷ, ശ്രീ റജി പറഞ്ഞതുപോലെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം പറഞ്ഞത് ഈ കേഡർ പാർട്ടി സ്വഭാവം ഇല്ല എന്നാണ്. കേഡർ പാർട്ടികൾ മാത്രമല്ലേ ഇങ്ങനെ മത്സരിക്കാത്ത പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളൂ? കോൺഗ്രസ് ഇറക്കിയിട്ടുണ്ടോ? കോൺഗ്രസ് എങ്ങനെ ഇറക്കിയിട്ടുണ്ടോ? ഈ കേഡർ പാർട്ടി സ്വഭാവമില്ലാത്ത കോൺഗ്രസ് എവിടെയെങ്കിലും ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് മത്സരിക്കാഞ്ഞ ഒരാൾ ഇപ്പൊ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടോ? അപ്പൊ ശ്രീ റജിക്ക് പറയേണ്ടി വരും കോൺഗ്രസ് ഇപ്പൊ കേഡർ സ്വഭാവത്തിലേക്ക് പോവുകയാണെന്ന് പറയേണ്ടി വരും. കെ സുധാകരൻ സെമി കേഡർ ആക്കാനേ നോക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിന് അതിൻ്റെതായ ജനാധിപത്യപരമായ രീതിയുണ്ട്. ഈ ഘട്ടത്തിലല്ല കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരായിരിക്കണം എന്നുള്ളതിൽ ഒരു പക്ഷപാതിത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പക്ഷത്തേക്ക് നമ്മൾ ചേരേണ്ടത്. കോൺഗ്രസിന് സമുന്നതരായിട്ടുള്ള നേതൃനിരയുണ്ട്, കഴിവുറ്റ അതിനെ നയിക്കുവാൻ കഴിവുള്ള ഒരു ടീം UDF അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കുവാൻ അതിൻ്റെ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കേരളത്തിലെ ജനങ്ങളെ അവരുടെ ആഗ്രഹമനുസരിച്ച് നയിക്കുവാൻ കഴിവുള്ള ഒരുപറ്റം നേതാക്കളുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായ ഉത്തമനായിട്ടുള്ള കേരളത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ഞാനാണ് മുന്നിലെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഞങ്ങൾ ചർച്ച പറയാനുള്ളത്. അതാണ് ഈ പോസ്റ്ററുകളിലും ബാനറുകളിലും ഈ പറയുന്ന വീഡിയോകളിലും ഒക്കെ ഉള്ളത്. ഞാനാണ് അർഹൻ, ഞാനാണ് മുന്നിൽ എന്ന് വരുത്തി തീർക്കണം, അത്രയേ ഉള്ളൂ. ഓരോ നേതാക്കളെ സ്നേഹിക്കുന്ന വ്യക്തികൾ, വോട്ടർമാർ, അവരുടെ സ്നേഹിതർ ഒക്കെ അവരുടെ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുന്നു എന്നുള്ളതിനെ നമ്മൾ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായിട്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അങ്ങനെയുള്ളവരൊന്നും അല്ല. ഇത് അണികൾ എന്നും പറയുന്ന നേതാക്കൾ, അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന നേതാക്കളാണ്. അവരുടെ ഫാൻ പേജുകൾ എന്ന് പറഞ്ഞാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. പിന്നെ അവർക്കൊക്കെ ഒരു സ്ട്രാറ്റജിക് ടീമുണ്ട്. ഇപ്പോൾ VD സതീശിന്റെ സ്ട്രാറ്റജിക് ടീമുണ്ട്, സ്ട്രാറ്റജിക് ടീമുണ്ട്, കെ.സിയുടെ സ്ട്രാറ്റജിക് ടീമുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അല്ല എന്ന് പറയാൻ കഴിയുമോ റജിക്ക്? നോക്കൂ, ഈ നേതാക്കളെ സ്നേഹിക്കുന്ന, അതായത് ഒരു രാഷ്ട്രീയ നോക്കൂ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ വർക്കറാണ്, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടി ഈ രാഷ്ട്രീയക്കാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് അങ്ങേക്കറിയാമോ? അവർക്ക് സങ്കുചിത ചിന്തയില്ല, ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കാണുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യ രാജ്യത്ത് മാത്രമാണ് ഇതുള്ളത്. അതായത് അവരുടെ മതപരമായിട്ടുള്ള എല്ലാ സങ്കുചിത ചിന്തകളെ മാറ്റി അല്ല, ഈ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവരെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി പദവി ഉറപ്പിക്കുന്നതിന് വേണ്ടി സാമുദായിക നേതാക്കളെ പോയി കണ്ട് പിന്തുണ ഉറപ്പിക്കുവാനും ഈ 3 പേരും ശ്രമിക്കുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് അല്ലെന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ NSSുമായിട്ട് അടുത്ത് നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. അത് ഒരു ഉദാഹരണമാണ്. ഇത്തരത്തിൽ ഓരോ സാമുദായിക നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കെ.സിയെ കുറിച്ച്. കേരളത്തിൽ ഈ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതാണല്ലോ, ഇവിടെ പണം ഇറക്കിയത് കെ.സിയാണ് അല്ലെ, അതുകൊണ്ട് അദ്ദേഹം അയോഗ്യനല്ല എന്ന രീതിയിൽ. അല്ലല്ല, അയോഗ്യനല്ല എന്നല്ല, അതാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുടെ വാദം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞത് അങ്ങനെ സാമുദായിക നേതാക്കളെ അവരുടെ പിന്തുണ ഉറപ്പിക്കുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. സമുദായത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 3 പേരും നായർ സമുദായക്കാരാണ്, NSSന്റെ ആൾക്കാരാണ് 3 പേരും. അതിനകത്ത് VD സതീശൻ മാത്രമേ ഉള്ളൂ സ്വന്തം നിലപാടനുസരിച്ച് ഒരു സമുദായത്തിൻ്റെയും മുഖത്തോട്ട് നോക്കാത്തവർ. പക്ഷേ അത് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യവും താങ്കൾക്ക് അറിയാം. പക്ഷേ എന്നാൽ പോലും ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ അദ്ദേഹത്തിനെതിരെ പറവൂരിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ആ പറവൂരിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ആർക്കൊക്കെ എതിരെ പ്രസംഗിച്ചിട്ടുണ്ടോ അവരൊക്കെ ജയിച്ചിട്ടുമുണ്ട്.
കോൺഗ്രസിൽ VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ AK ആന്റണിക്കെതിരെ NSS നേതൃത്വം പ്രസംഗിച്ചിട്ടില്ലേ ചേർത്തലയിൽ? എന്നിട്ടും അദ്ദേഹം ജയിച്ചു. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു വലിയ സ്ഥാനം. അതാണ് ഇവർ മറന്നു പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ മറന്നു പോകുന്നു. ഞാൻ പറയാം, ഇപ്പോൾ ശരിക്കും മഞ്ജുഷ് വീണ്ടും ആവർത്തിക്കുന്നത് KCക്ക് അർഹതയില്ല. ഞാൻ അതിനോട് ശരിക്കും നമ്മുടെ വാദത്തിന് വേണ്ടി ഞാൻ യോജിക്കുന്നു. പല ഘടകങ്ങളുണ്ട് സാറേ. യോഗ്യനല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല. ഒന്നാമത്തെ കാര്യം, നൂലിൽ കെട്ടി വന്നയാൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഹൈക്കമാൻഡിൽ ഉള്ള സ്വാധീനവും വലുത് തന്നെയാണ്. താങ്കൾ പറഞ്ഞ പോലെ പണം ഇറക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അതെല്ലാം ശരിയാണ്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളാണ്. MP മാർ മത്സരിക്കേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതാണ്. ഇനി 2 ഉപതെരഞ്ഞെടുപ്പുകൾ വിളിച്ചു വരുത്തുന്നതാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക്. അതിന്റെ സാഹചര്യവും ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മത്സര രംഗത്ത് അവസാനിക്കുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. നമുക്കൊന്ന് നോക്കാം. ഒരു വാദത്തിന് വേണ്ടി നമുക്ക് ഈ മേശപ്പുറത്തിരുന്ന് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി, ഇത് രാഷ്ട്രീയമല്ല, നമ്മൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗാലറിയിലിരുന്ന് നമ്മൾ ചർച്ച നടത്തുകയാണ്. ശ്രീജിത്ത് ഉണ്ടല്ലോ നമ്മുടെ കൂടെ. ശ്രീജിത്ത് പറഞ്ഞ കുറേ നല്ല വാലിഡ് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിനോട് ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ KC വേണുഗോപാലിനെ മാറ്റി നിർത്തിയാൽ VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് 5 വർഷം ഈ പ്രതിപക്ഷത്തെ ഒന്നിച്ച് ഐക്യത്തോടെ കൊണ്ടുപോയത് കേരള നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നേരത്തെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാനിത് കണ്ടതാണ്. ഞാൻ അസംബ്ലിയിൽ നിന്ന് പതിവായിട്ട് പോകുമായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല 2021. പക്ഷേ 5 മന്ത്രിമാരെ രാജിവെപ്പിച്ചു എന്നുള്ള ക്രെഡിറ്റ് അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. അതാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടത്. 5 മന്ത്രിമാരെ രാജിവെപ്പിച്ച ആളാണ്. അത് 2021 കഴിഞ്ഞില്ല. പക്ഷേ അവിടെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണിയെ പുറത്താക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ കളികൾ അവിടെ പരാജയപ്പെടുകയായിരുന്നു മഞ്ജുഷ്. അത് സ്ട്രാറ്റജിക്കായിട്ട് ഒരു പ്രതിപക്ഷ നേതാവിന് വരരുതാത്ത ഒരു തെറ്റ് അദ്ദേഹത്തിന് സംഭവിച്ചു. അവിടെ ആരാണ് ഉത്തരവാദി? അതാണ് പ്രശ്നം. അവിടെയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അത് വളരെ ഫെയ്റ്റിലായി. അത് ശരിക്കും പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായൊരു നഷ്ടം ഉണ്ടായത്, ഒരു തിരിച്ചടി ഉണ്ടായത് 2021 അത് അദ്ദേഹം മേക്കപ്പ് ചെയ്യാൻ നോക്കുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു സാധ്യത കൊടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സിമ്പിൾ അഭിപ്രായം, VD സതീശനും രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരും കോൺഗ്രസ്സുകാരല്ലേ? VD സതീശൻ രമേശ് ചെന്നിത്തലയേക്കാൾ സീനിയറാണ്, I ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. ഇവരെ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്, ഒരേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കട്ടെ. ഇവർ തമ്മിൽ ഇപ്പോൾ എന്താണെങ്കിലും ആത്യന്തികമായിട്ട് തിരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അകത്ത് നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA മാർ യോഗം ചേർന്നാണ്. ആ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹൈക്കമാൻഡിൽ വരുന്ന ആൾക്കാരാണ്. അത് അവരുടെ നേതൃത്വത്തിൽ, അവരുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് തീരുമാനിക്കട്ടെ. അതിനകത്ത് രമേശ് ചെന്നിത്തലയാകണമെന്ന് VD സതീശന് താല്പര്യമുണ്ടെങ്കിൽ സതീശൻ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് രമേശ് ചെന്നിത്തലയാകട്ടെ. ഒരിക്കലും ഉണ്ടാവില്ല. അതാണ്. അല്ലെങ്കിൽ തിരിച്ച് രമേശ് ചെന്നിത്തല പറയട്ടെ VD സതീശനാവട്ടെ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. KC എങ്ങാനും ആവുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ചേക്കും. അല്ല, ഇത് ഒരു ഐഡിയൽ സിറ്റുവേഷനാണ്. ഇതാണൊരു മോഡൽ സിറ്റുവേഷൻ. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാവുന്ന, ഒരു രാഷ്ട്രീയ നേതാവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണിത്. ഏറ്റവും വലിയ ത്യാഗം കൂടിയാണിത്. പക്ഷേ അതിന് ഇവർക്ക് ആർക്കെങ്കിലും തയ്യാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്താണെങ്കിലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒത്തുചേർന്ന് ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത എത്ര കണ്ട് പ്രബലമാണ്, എത്ര കണ്ട് പ്രസക്തമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർ രണ്ടുപേരും കൂടി തന്നെയാണ് ആലോചിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ പണിക്ക് ഒരു സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ KCക്ക് വേണ്ടി കൂടുതൽ കയ്യുകൾ ഉയരുന്നു. പക്ഷേ KC പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയാകാൻ തൽപരനല്ല, പക്ഷേ ഹൈക്കമാൻഡ് നിർബന്ധിക്കുന്നു, അങ്ങനെ KC പറന്നിറങ്ങുന്നു. അതുമുണ്ടാകുമല്ലോ, അങ്ങനെയുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. അല്ല, KC കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ് എങ്കിൽ, KC ആണ് കോൺഗ്രസിന്റെ ചോയ്സ് എങ്കിൽ, ഈ ഒരു മാർഗത്തിൽ കൂടി മാത്രമേ അത് നടക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് കോൺഗ്രസിന്റെ ജയിച്ചിരിക്കുന്ന MLA മാരെല്ലാവരും കൂടി ചേർന്നിട്ട് KC ആവണം അടുത്ത മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനം വരുന്ന സമയത്ത് KC പറയുന്നു, ഇല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല,
അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ ആ തീരുമാനം അവിടെ അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ആൾക്കാർ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നു. അവസാനം ഹൈക്കമാൻഡ് KCയോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനായിട്ട് പറയുന്നു. മനസ്സില്ലാ മനസ്സോടെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് അച്ചടക്കമുള്ള വിധേയനാകുന്ന ഒരു നേതാവ്, അച്ചടക്കമുള്ള ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ KC വേണുഗോപാൽ തനിക്ക് താല്പര്യമില്ലെങ്കിലും അങ്ങനെ ആ ഒരു മുഖ്യമന്ത്രി പദം താൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സില്ലാ മനസ്സോടെ വരുന്നു എന്ന രീതിയിലത്തേക്ക് മാത്രമേ ആ ചിത്രീകരിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ KC വേണുഗോപാൽ ആകട്ടെ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വരില്ല. താൻ പാർട്ടിക്ക് വേണ്ടി പാർട്ടി പറയുന്നതനുസരിച്ച് ഹൈക്കമാൻഡിന് വിനീത വിധേയനായിട്ട് ഈ തീരുമാനത്തിന് വഴങ്ങുന്നു എന്ന മട്ടിലല്ലാതെ മറ്റൊരു രീതിയിലത്തേക്കും അതിന്റെ ചിത്രീകരണം ഉണ്ടാകാനായിട്ട് കഴിയുകയില്ല. കാരണം അതല്ലാതെ എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. ഇങ്ങനെ വന്നാൽ പോലും അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. കാരണം നമുക്ക് ഇപ്പോഴേ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലത്തേക്ക് മാത്രമേ ഇത് വരികയുള്ളൂ. ഇത് ചെയ്യുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് 10 വർഷം ഭരിച്ചതിന് ശേഷമാണ് ഒരു ഡാമേജ് ഉണ്ടാകുന്നത്, ഭരണമാറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഈ കോൺഗ്രസ് ഈ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഭരണത്തിലേക്ക് കയറുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഡാമേജ് കോൺഗ്രസിന് ഉണ്ടാവുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന ഏതൊരു പ്രചരണത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഏതൊരു കാര്യത്തിലുള്ള വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലായ്പ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഇങ്ങനെയായിരിക്കും. അതായത് പണ്ട് 2016 നമ്മളിൽ പല ആൾക്കാരും വിമർശിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയിട്ട് അവസാനം ഭരണം കിട്ടുന്ന സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്ന് പറയുന്നതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ 2 ഫ്രണ്ട് ലൈൻ നേതാക്കന്മാരുണ്ടായിട്ടും മുഖ്യമന്ത്രി അവരിൽ നിന്നൊരാളായിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ പാർട്ടിക്ക് വേണ്ടി നാട്ടുകാർ വോട്ട് ചെയ്തിട്ടും പുറത്തു നിന്നുള്ള ഒരാൾ വരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ K. സുധാകരനെ മാറ്റി നിർത്താനുള്ള ന്യായം എന്തായിരുന്നു? കോന്നിയിൽ മത്സരിക്കുന്നതിൽ നിന്ന് അടൂർ പ്രകാശിനെ മാറ്റി നിർത്താനുള്ള ന്യായം എന്തായിരുന്നു? അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാളിനെ അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ എന്തൊക്കെ ക്രൈറ്റീരിയയുടെ പേരിലാണോ ഈ ഒരു ഗെയിമിലേക്ക് പോയത്, ആ ഗെയിമിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കോൺഗ്രസ് തന്നെ തിരുത്തുന്നു എന്നല്ലേ? എന്ന് വെച്ചാൽ അത് ഫേവററ്റിസം അല്ലേ? ആ ഫേവററ്റിസം ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നടപ്പാക്കുകയാണെങ്കിൽ ആ ഫേവററ്റിസം നടപ്പാക്കുന്ന ഹൈക്കമാൻഡ് അഥവാ രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുകയില്ലേ? രാഹുൽ ഗാന്ധിയോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള കോൺഗ്രസിലെ നേതാവ്, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ, ആ ആളിന് വേണ്ടിയിട്ട് പക്ഷപാതപരമായിട്ട് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കല്ലേ അതിനെ കാണുക? അതല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള ഈ MP മാരെ മാറ്റി നിർത്തിയത്? ഒരൊറ്റ MP പോലും വേറെ മത്സരിക്കേണ്ട എന്ന് നോക്കിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ജയസാധ്യത നോക്കിയിട്ടാണ് എങ്കിൽ കോൺഗ്രസിന്റെ കണ്ണൂരിൽ നിലവിലുള്ള സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ജയസാധ്യത K. സുധാകരനാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? കോൺഗ്രസിന് കോന്നിയിൽ വലിയ ജയസാധ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് കണ്ടും പൂട്ടി അടൂർ പ്രകാശ് മത്സരിച്ചാൽ ആ സീറ്റ് കിട്ടും എന്ന കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ ഭരണത്തിലേക്ക് വരാനുള്ള 71 സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ ഈ 2 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു. പക്ഷെ അന്നേരവും പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഈ ഗെയിമിലേക്ക് നമ്മൾ ഇറങ്ങിയിരുന്നപ്പോൾ ഈ ഗെയിമിന്റെ റൂൾ ഇന്നതാണ്, MP മാര് മത്സരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ കപ്പ് മേടിക്കുന്ന സമയത്തേക്ക് മാത്രം ഈ റൂള് മുഴുവൻ മാറ്റിയതിനു ശേഷം കപ്പ് മേടിച്ചിട്ടില്ല എന്നും മറ്റൊരു കാര്യം. കപ്പ് ഇതുവരെ മേടിച്ചിട്ടില്ല. അതാണ് ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞത്. MP ഗോവിന്ദൻ ഒരുപാട് തമാശകൾ പറയുമെങ്കിലും നമ്മൾ കളിയാക്കാറുണ്ട് എങ്കിൽ പോലും മെയ് 4 വരെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിൽ ഈ തർക്കവും ചർച്ചയും ഉണ്ടാവുകയുള്ളൂ. കാരണം മെയ് 4 LDF അധികാരത്തിൽ വരും. ഇതാണ് ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞത്. അല്ലത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രസ്താവനയല്ലേ? കാരണം ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം അതിനുശേഷം, അതായത് ഇത് 4-ാം തീയതി ഫലം വന്ന 5-ാം തീയതി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടെന്ന് ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം, കഴിഞ്ഞ തവണ 2021 മുഖ്യമന്ത്രിയായിട്ട് ഭരണ തുടർച്ച കിട്ടിയതിനു ശേഷം പിണറായി വിജയൻ 2 ആഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം എന്തോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന് മതിയായിട്ടുള്ള സമയമെടുക്കാം. ഈ തരത്തിലുള്ള ചർച്ചകളും എല്ലാ നെഗോസിയേഷൻ ഫോർമുലകളും ഹൈക്കമാൻഡിന്റെ ഇടപെടലുകളും എല്ലാം ഇതിനു ശേഷം വരുത്താം. അതല്ലാതെ ഈ സമയത്ത് കോൺഗ്രസിന് ജയപ്രതീക്ഷ ഉണ്ടെങ്കിൽ ഈ ചർച്ചകളെല്ലാം നടക്കേണ്ടത് ആഭ്യന്തരമായിട്ടാണ്. അതിൽ സത്യം പറഞ്ഞാൽ ഈ മറ്റ് നേതാക്കന്മാരൊക്കെ പ്രതികരിക്കുന്നത് നോക്കൂ. ഇപ്പോൾ ശ്രീ VD സതീശന്റെ പ്രതികരണം നോക്കൂ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് പറഞ്ഞ കാര്യം 100 സീറ്റ് ഇല്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ള ഒരു പ്രസ്താവന പറയുന്നു. ശരി, തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് ആരും തോക്കാൻ വേണ്ടിയിട്ടല്ല, ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിയെ ജയിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ശ്രീ സതീശനുണ്ട്. അപ്പോൾ ആ പ്രസ്താവന അതിന്റെ പേരിൽ ട്രോൾ ചെയ്യുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യേണ്ടത് ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതാണ്. പക്ഷേ ഈ വോട്ട് മുഴുവനും മെഷീനിലായതിനു ശേഷവും അദ്ദേഹം ആവർത്തിക്കുന്ന അതേ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ക്ലെയിം സ്റ്റേക്ക് ചെയ്യുകയാണ്. എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് ഈ തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കായിരിക്കും, ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കുമായിട്ടാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവനയിലൂടെ വിശാല മനസ്കനായിട്ടുള്ള ഒരു നേതാവ് പറയാൻ ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തോറ്റാലും ജയിച്ചാലും അത് എന്റെ മികവ് കൊണ്ടാണ് എന്നാണ്.
അപ്പോൾ തോൽക്കുമ്പോൾ പരാജയത്തിന്റെ എല്ലാ പാപഭാരവും പേറാൻ ഞാൻ തയ്യാറാണ് എന്നൊരു നേതാവ് പ്രഖ്യാപിച്ചാൽ നമ്മുടെ മനസ്സിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സെന്റിമെന്റ്സ്, ജയിച്ചാൽ 100 സീറ്റ് വേണ്ട 71 സീറ്റ് കിട്ടിയാണെങ്കിലും ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ നൽകണമെന്നാണ്. ഇതൊരു എഞ്ചിനീയറിംഗ് പ്രോസസ് ആണല്ലോ, മൈൻഡ് എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സാണ്. ഓരോരുത്തരും ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ വോട്ട് പെട്ടിയിലായതിനു ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള ടോൾ ക്ലെയിംസ് ഒന്നും ആരും നടത്താറില്ല. അതുകൊണ്ട് ശ്രീ MV ഗോവിന്ദൻ അവിടെ പറയുന്ന, മഞ്ജുഷ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിനെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ രീതിയിലത്തേക്കുള്ള ചർച്ച LDFന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നില്ല. അവിടെ അനിഷേധ്യനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഭരണത്തിൽ വന്നാൽ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന മട്ടിലുള്ള കാര്യമില്ല. അതായത് ഭരണം കിട്ടുമെന്നും അതൊരു തുടർച്ചയായിട്ട് ഇങ്ങനെ നദി ഒഴുകുന്നത് പോലെ ഒഴുകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫീലേഴ്സ് ആണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് കയോട്ടിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് പോകും എന്നതുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങളുണ്ട്. നേരത്തെ ആൾക്കാർ പറഞ്ഞിരുന്നത് എന്താ, ഇപ്പോൾ മറ്റു പാർട്ടികൾ തന്നെ അവരെ വിമർശിച്ചിരുന്നത് എന്താണ്, മുസ്ലിം ലീഗ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ പിടിമുറുക്കും, കൂടുതൽ മന്ത്രിസ്ഥാനം വേണമെന്ന് പറയും, ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറയും, കീ പോർട്ട്ഫോളിയോസ് എല്ലാം ഇവരെടുക്കും. ആ ഒരു തലവേദന കോൺഗ്രസിന് സോൾവ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ആ തലവേദനയൊന്നും ആരും ചർച്ച ചെയ്യുന്ന പോലുമില്ല. പക്ഷേ ലീഗിന്റെ പിന്തുണ ആർക്ക് എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ഇക്കാര്യത്തിൽ, അല്ലേ? ലീഗ് ആരെ പിന്തുണയ്ക്കും? ഇപ്പോൾ സതീശനെയാണോ ചെന്നിത്തലയെയാണോ? നമുക്ക് KCയുടെ കാര്യം വിടാം, കാരണം KC ആ കളത്തിൽ ഉണ്ടായിരുന്നയാളല്ലോ. പക്ഷേ സതീശനെയാണോ ചെന്നിത്തലയെയാണോ? ലീഗിന്റെ പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടക്കും. ഡെഫിനറ്റ്ലി. അതായത് ഈ കോൺഗ്രസിന്റെ MLA മാർ തീരുമാനിക്കുന്നത് പോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയാത്ത ഒരു തീരുമാനമാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ. ഇപ്പൊ ഘടകകക്ഷി എന്ന് പറയുമ്പോൾ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനത്തിനൊന്നും അതിൽ വലിയ പ്രസക്തി ഉണ്ടാകണമെന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഈ മുന്നണിയെ കൂട്ടുത്തരവാദിത്തത്തോടു കൂടി നിലനിർത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പങ്ക് അവിടെ മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിനെ അവർ പൂർണ്ണമായിട്ട് അവഗണിക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നെല്ലാം തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സതീശിന് ഒരു മുൻഗണന താങ്കൾ കാണുന്നുണ്ടോ ഇല്ലയോ? അല്ല, എനിക്ക് അറിയില്ല അതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് ആരായിരിക്കും എന്നുള്ളത്. ടോപ്പ് ലീഡേഴ്സുമായിട്ട് സതീശന് കാര്യമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷെ അവരുമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ബന്ധവും മോശമായിട്ടുള്ള ബന്ധമല്ല. KC വേണുഗോപാലിന് അവരുമായിട്ടുള്ള ബന്ധം മോശമല്ല. അപ്പൊ ഇതെല്ലാം തന്നെ അവസാനം സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മാത്രമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ആൾക്കാരെയും ഞങ്ങൾക്ക് താല്പര്യമാണ്, എന്നാലും ഇന്നയാളാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന രീതിയിലത്തേക്കുള്ള, വളരെ പുറത്തേക്ക് വരാത്ത രീതിയിലത്തേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ലീഗിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് തീർച്ചയായും പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതൊക്കെ സെക്കൻഡറിയാണ്. ഇപ്പോഴത്തെ ഈ അടിയും പിടിയും ഒക്കെ ഇനി എത്രയോ ദിവസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മെയ് 4 എന്ന് പറയുന്ന ദിവസത്തിലേക്ക് വേണ്ടി എത്രയോ സമയം ഇനി ബാക്കിയുണ്ട്. ഇനി അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം, നമ്മൾ സാധാരണ പറയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ട് എണ്ണി തുടങ്ങുന്ന സമയത്ത് ഈ സ്ഥാനാർത്ഥിയുടെ നെഞ്ചത്ത് മുട്ട വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങിയെടുക്കാം എന്ന് പറയും. അപ്പോൾ ഈ മുട്ട പുഴുങ്ങുകയാണോ, അത് കലങ്ങുകയാണോ, അത് പൊട്ടിത്തെറിക്കുകയാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷമായിരിക്കും ഈ അടിയൊക്കെ അതിന്റെ പരകോടി. കാര്യം കൂടിയുണ്ട്, ഈ അടി ഇങ്ങനെ പരസ്യമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തെങ്കിലും അട്ടിമറി നടത്തുവാനുള്ള ശ്രമങ്ങൾ, അതായത് ഈ നേതാക്കളെ തോൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം കൂടി ചിന്തിക്കേണ്ടി വരും. അത് മെയ് 4 എന്തായാലും അറിയുവാൻ കഴിയുകയുള്ളൂ, അല്ലേ? അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത, ആരെങ്കിലും അങ്ങനെ താല്പര്യപ്പെട്ടാലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഇപ്പം പരവൂരിൽ VD സതീശൻ മത്സരിക്കുന്നു, ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു. അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിൽ അത് അവിടെയും പ്രതിഫലിക്കും. അങ്ങനെയാണ് എങ്കിൽ അവരുടെ ബെസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് അവരുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ രണ്ടുപേരും പൊട്ടൻഷ്യൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആകുമ്പോൾ ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം വരിക എന്ന് പറയുന്നത് വോട്ടർമാരെ സ്വാധീനിക്കും. രണ്ടുപേരും സേഫ് ആണ്, അവരവരുടെ മണ്ഡലങ്ങളിൽ രണ്ടുപേരും സേഫ് ആണ്. അപ്പോൾ 2011 ഇങ്ങനെ ഈ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഒരു ഒരു ആശയക്കുഴപ്പമുള്ള സമയത്ത് AI പരസ്പരം കാലുവാരി തോൽപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും ഇത്തവണ അങ്ങനെ പോകുവാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ശ്രീ B. റെജി, ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. UDF ജയിക്കുകയാണെങ്കിൽ ആ വിജയത്തിന് പിന്നിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നേരത്തെ തന്നെ നടക്കുന്ന ഈ ചക്കളത്തിപ്പോര്. നോക്കൂ മഞ്ജുഷേ, ഇന്ന് കേരളത്തിൻ്റെ ഈ ആധുനിക കാലത്ത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഈ ചർച്ചയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ, അതായത് ഒരു മൊബൈൽ ഫോൺ, ഒരു സെൽഫോൺ ഉള്ളവരെല്ലാം ജേർണലിസ്റ്റുകളാണ്. അവരുടെ അഭിപ്രായം, അവർക്ക് നേതാക്കളോടുള്ള അവരുടെ താല്പര്യം അല്ലെങ്കിൽ സ്നേഹം ഒക്കെ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു മീഡിയമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ആഗ്രഹം പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കുള്ള ചർച്ചകൾ ഉണ്ടാകരുത്, അത് ആശാസ്യമല്ല എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം വിലക്കിയിട്ടുണ്ട്. അവരത് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴല്ല, ഇത് തിരഞ്ഞെടുപ്പിന് ശേഷം UDF
ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാവോസിൻ്റെയും ആവശ്യമില്ല, ഇവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാകില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രയോ, ഞാൻ പറഞ്ഞില്ലേ, ഈ 1979 കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടായതിനു ശേഷം 8 തവണ ഇവിടെ മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഒരു ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ ഈ രാഷ്ട്രീയ എതിരാളികൾ ഒരു ഭാഗത്തുണ്ടാവാം, അതുപോലെ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉള്ളവർ, ഈ എല്ലാവരും അവരുടെ ഫേസ്ബുക്കിലായാലും അവരുടെ ഈ ആധുനിക മാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ അഭിപ്രായം സ്വതന്ത്രമായി പറയുകയാണ്. മുൻകാലങ്ങളിൽ ഈ അഭിപ്രായങ്ങൾ പുറത്തു പറയുവാനായി ഒരു മാർഗമുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നേതാവിനെ സ്നേഹിക്കുന്ന ഒരണി അയാളുടെ ഒരു ആഗ്രഹം പങ്കുവയ്ക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ന ഒരു മഹാപ്രസ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള ജനാധിപത്യപരമായ ഒരു പ്രക്രിയയുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും CLP ലീഡറെ കണ്ടെത്തുക. ആ CLP ലീഡറെ കണ്ടെത്തിയതിന് ശേഷം അത് ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തോടു കൂടി അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കൂട്ടായ ചർച്ചകളുണ്ടാവും, കൂട്ടായ നേതൃത്വം അതിൽ ഇടപെടും, അവർ ജനങ്ങളുടെ ആഗ്രഹം പരിശോധിക്കും, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായങ്ങൾ ആരായും. അതിന് കൃത്യമായ ഒരു ചട്ടങ്ങളുണ്ട്. ഇത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ പരിഹസിക്കാനോ അല്ലെങ്കിൽ അതിലെന്തോ വലിയ പ്രശ്നങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാർഗത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നേതാക്കൾ തന്നെ വിചാരിക്കണം അതല്ലാതായി മാറ്റാൻ. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമൊക്കെ ഈ നേതാക്കൾക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ അവർ പ്രാചീന കാലത്ത് ജീവിക്കുന്നവരൊന്നും അല്ലല്ലോ, ആധുനിക കാലത്ത് ജീവിക്കുന്നവർ തന്നെയാണ്. സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അതിനുള്ള സ്ട്രാറ്റജിസ്റ്റുകൾ അവരുടെ കൈവശമുണ്ട്. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന. ഇപ്പോൾ തന്നെ കേരള യാത്ര നടത്താൻ പോകുന്നു ഞാൻ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല വരുന്നു. ആകെ ഒരു ആശയക്കുഴപ്പമായിരുന്നു ആ സമയത്ത്. ഈ കൊടും ചൂടിൽ വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര നടത്താൻ പോവുകയാണോ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് രമേശ് ചെന്നിത്തല എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നു. അപ്പോഴാണ് വന്നത് അത് കേരള യാത്ര എന്ന് പറയുന്നത് പോഡ്കാസ്റ്റിംഗ് ആണ്. അദ്ദേഹം കേരള വികസനത്തെ പറ്റിയുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കും, അതുവഴി ജനങ്ങളുമായി സംവദിക്കുമെന്നാണ്. ഇതൊക്കെ എന്തിനാണ് ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ സമയത്താണോ രമേശ് ചെന്നിത്തല ജനങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്നത്? അല്ല, അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും രമേശ് ചെന്നിത്തലയ്ക്കോ VD സതീശനോ ഒന്നുമില്ല. VD സതീശന് ഏറെക്കുറെ കമ്പാരിറ്റീവ്ലി സൈലൻ്റ് ആണ് കുറച്ചൊക്കെ. അദ്ദേഹം ഈ വനവാസത്തിന് പോയതല്ലല്ലോ, വനവാസം ട്രക്കിങ്ങും ഒക്കെ ആയിട്ട് നടക്കാൻ ചിലപ്പം നേരത്തെ ട്രെയിനിങ്ങിന് പോയതായിരിക്കും. അവിടെ കയറി നടന്ന് പരിചയിക്കണമല്ലോ, അതായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വീണ്ടും ഞാൻ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഈ 2 പേര് VD സതീശനും രമേശ് ചെന്നിത്തലയും ഇവർ തമ്മിൽ തർക്കമുണ്ടായാൽ തീർച്ചയായിട്ടും അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വലിയ ദുരന്തങ്ങളായിരിക്കും സമ്മാനിക്കുക, യാതൊരു സംശയവുമില്ല. അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. വളരെ കർശനമായ നിലപാടുകളുള്ള ആളാണ് VD സതീശൻ, യാതൊരു സംശയമില്ലല്ലോ മഞ്ജുഷേ. വളരെ അതാണ് കുറച്ച് കൂടുതലായി പോകും ചില സമയത്ത് കൂടുതലായി പോകും. പക്ഷേ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ സാമൂഹിക കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ പല തരത്തിലും നോക്കുകയാണെങ്കിൽ VD സതീശൻ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നിലപാടെടുക്കുന്ന ഒരാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ഉള്ള സ്ഥാനം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ശരിക്കും ഭയാനകമായ ഒരു കാര്യമാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ക്യാബിനറ്റിലേക്ക് വരാൻ പോലും അദ്ദേഹം താല്പര്യപ്പെട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതാണ് ക്യാബിനറ്റിലേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നയാൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഏത് സ്ഥാനം വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറയും, യാതൊരു സംശയവുമില്ല. എങ്ങനെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ VD സതീശന് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകുമെന്നാണോ താങ്കൾ പറയുന്നത്? ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകുന്നതിന് തെറ്റെന്താ? ഒരു കുറവും വരത്തില്ല രമേശ് ചെന്നിത്തലയ്ക്ക്. മുഖ്യമന്ത്രി സ്ഥാനം അതുപോലെ ഓൾ പവർഫുൾ സ്ഥാനമല്ലേ, എല്ലാ വകുപ്പുകളുടെയും ചുമതല മുഖ്യമന്ത്രിക്കല്ലേ, അതിന് സംശയമൊന്നുമില്ല. മുഖ്യമന്ത്രിയാണ് വകുപ്പുകൾ കൊടുക്കുന്നത്, അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആണ് എല്ലാ അധികാരവും. അത് അദ്ദേഹം പങ്കുവെക്കുന്നു ഭരണ സൗകര്യത്തിന് വേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതുപോലെയുള്ള സ്ഥാനം പോലും എനിക്ക് വേണ്ട എന്ന് VD സതീശൻ തീരുമാനിച്ചാൽ, ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഒരു ഉദാഹരണം പറയട്ടെ. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ഞാൻ അദ്ദേഹത്തെ അന്ന് വൈകുന്നേരം പോയി കണ്ടു. ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. അന്ന് വൈകുന്നേരം ഞാൻ പോയി കേട്ടപ്പോൾ നിരാശനായിട്ട് അദ്ദേഹത്തിൻ്റെ MLA മുറിയിൽ ഇരിപ്പുണ്ട്. ഫ്ലാറ്റിലാണ്, MLA ക്വാർട്ടേഴ്സിലെ.
വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് ഞാൻ ഒന്ന് രണ്ടിടത്ത് പലയിടത്തായിട്ട് ഞാനത് കോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഈ പ്രായത്തിൽ, അന്ന് ഓർക്കണം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പം കുറേ വർഷങ്ങൾക്ക് മുന്നിൽ 10-15 വർഷം മുമ്പാണ്. 15 വർഷം മുമ്പാണ്. 15 വർഷം ചെറുപ്പക്കാരനാണ്. ഈ പ്രായത്തിൽ എനിക്കൊരു മന്ത്രിസ്ഥാനം, അദ്ദേഹം ചങ്ക് പൊട്ടിയാണ് VD സതീശൻ എന്നോട് പറഞ്ഞത്. ഈ പ്രായത്തിൽ എനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. അദ്ദേഹത്തിന് വലിയൊരു എക്സ്പീരിയൻസ് കിട്ടുമായിരുന്നു. അത് വലിയൊരു തിരിച്ചടിയായിപ്പോയി VD സതീശന്. പക്ഷെ അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു, ഒരു ഐ ഗ്രൂപ്പിലെ തന്നെ, അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രൂപ്പിലെ 2 പേർക്കാണ് മന്ത്രിസ്ഥാനം കൊടുത്തത്. ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ കോട്ടായിൽ, അതായത് ആൻ്റണി പക്ഷത്തിൻ്റെ കോട്ടായിൽ ഞാൻ നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരട്ടെ എന്ന് VD സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞു, എനിക്കങ്ങനെ വേണ്ട, എനിക്കങ്ങനെ ഒരു സ്ഥാനം എനിക്ക് വേണ്ട, നിങ്ങളുടെ കൊട്ടേഷൻ, നിങ്ങളുടെ ഔദാര്യത്തിൽ എനിക്കൊരു മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ് VD സതീശനെന്ന് ഓർക്കണം. ഞാനതാ ഓർമ്മിപ്പിച്ചിരിക്കാം. നമ്മൾ ഈ തിരുവനന്തപുരത്തെ പത്രക്കാരാകുമ്പോഴത്തേക്ക് ഈ മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ നമ്മളിങ്ങനെ അളന്ന് മുറിക്കുമല്ലോ. ഓരോ തവണയും നമ്മളിങ്ങനെ അളന്ന് അവരെക്കൊണ്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ പത്രക്കാരെന്ന നിലയ്ക്ക്. ഉമ്മൻചാണ്ടിക്കെതിരായ നീക്കങ്ങളിലും ഉണ്ടായിരുന്നു VD സതീശൻ. ഉണ്ടായിരുന്നു. ആ സ്ഥാനം വേണ്ട, അങ്ങനെ ഒരു ഔദാര്യം വേണ്ട എന്നായിരുന്നു VD സതീശൻ്റെ നിലപാട്. ഞാൻ കുറച്ചേറെ നേരം VD സതീശൻ്റെ അടുത്തിരുന്നു അന്ന് രാത്രി. എന്നിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു ധൈര്യം ഞാൻ അന്നേ കണ്ടതാണ് VD സതീശൻ്റെ. അതാണ് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിൽ നിൽക്കാവുന്ന, ഉയർന്നു വരാവുന്ന വലിയൊരു ഭീഷണി. കോൺഗ്രസ് എന്ത് ചെയ്യും അങ്ങനൊരു സാഹചര്യം വന്നാൽ? തീർച്ചയായിട്ടും വളരെ വളരെ ഭീകരമായിരിക്കും ആ സ്ഥിതി എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതേക്കുറിച്ച്. ശരി, ശ്രീ പണിക്കർ, താങ്കൾ അങ്ങനെയാണോ കാണുന്നത്? നോക്കൂ, ഇത് വളരെ കോംപ്ലക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അത് പറയുന്നു. പക്ഷേ ഇഫക്റ്റീവ്ലി ഇങ്ങനെയൊക്കെ തന്നെയാണോ വരിക എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല. മുമ്പൊരിക്കലൊരു മെച്യൂർഡ് ആയിട്ടുള്ള റെസ്പോൺസ് എടുത്തിരിക്കുന്ന ഒരാൾ പിന്നീട് അവസരം വരും എന്നൊരു പക്ഷേ കരുതിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരു അവസരത്തിന് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുന്നു, അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നു. എന്നിട്ട് അവസാനം വീണ്ടും ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് അദ്ദേഹം തുനിയേണ്ടി വരുമോ, നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം ഇത്തവണ വീണ്ടും സ്വീകരിക്കുമോ? ഈ കാര്യങ്ങളെല്ലാം സബ്ജക്റ്റ് ടു ടൈംസ് കൂടിയാണ്. പണ്ടുണ്ടായിരുന്ന ആ ഒരു ടൈംസ് അല്ല ഇപ്പോഴത്തെ ടൈംസ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ അവസാനം കോൺഗ്രസിന് ഈ ഒരു വിഷയത്തിലൊരു പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണോ അത് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ്. സപ്പോസ് ഞാൻ ഒരു കാര്യം പറയുകയാണ്, KC വേണുഗോപാൽ വരാനായിട്ട് തീരുമാനിക്കുകയും ഈ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരും VD സതീശനായിക്കോട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യുന്നില്ല എന്ന തീരുമാനത്തോടുകൂടി മാറി നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താകും ഫലം? എത്രത്തോളം കയോട്ടിക്കായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് എന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അധികാരത്തിലേറുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ആ സർക്കാരിനെ പൊതുജനം വെറുക്കുന്നതിനും വിമർശിക്കുന്നതിനും കാരണമാവില്ലേ? അപ്പോൾ ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടത് ജനവികാരം എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായി മനസ്സിലാക്കി ആരാണിത് ഒരുപക്ഷെ കൂടുതൽ ഡിസർവിങ് എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലല്ല. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഇവിടെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവായ ഗുലാം നബി ആസാദ് മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പമായ നേതാവായിരിക്കുന്ന ജയ്വീർ ഷെർഗിൽ അടക്കം, അതിനിടയ്ക്ക് നിരവധി ആൾക്കാരുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയുണ്ട്, ജിതിൻ പ്രസാദയുണ്ട്, CR കേശവനുണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ പാർട്ടി വിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ഒരു കോക്കസും ഈ ആൾക്കാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാറിപ്പോയിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരെ കേരളത്തിൽ നിന്നും സൃഷ്ടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് മെയ് 4-ന് ശേഷം കോൺഗ്രസിന് അധികാരം കിട്ടുകയും അവിടെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വരികയും ചെയ്താൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള ആൾക്കാർക്ക്, ഇതിൽ വിമുഖതയുള്ള, അതിൽ വിഷമമുള്ള ആൾക്കാർ പിന്നീട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്ന അതേ കാര്യം കേരളത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ടോ? പബ്ലിക് സെന്റിമെന്റ്സ് ആരുടെ കൂടെയാകും? ഈ കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ വരാനായിട്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുകയാണെങ്കിലും, ഹൈക്കമാൻഡ് എന്നൊക്കെ നമ്മൾ ഡെക്ലറേഷനിൽ പറയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എന്ന് നമുക്കറിയാം. അങ്ങനെ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരാളിന് വേണ്ടിയിട്ട് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന കളിയുടെ എല്ലാ നിയമങ്ങളെയും മാറ്റി എഴുതുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഈ മറ്റുള്ള അടുത്ത് നിന്നിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന ആ ആരോപണം അത് ശക്തമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് കോൺഗ്രസിന് എത്രത്തോളം ഗുണപരമാവും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ
തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യം, പിന്നീട് ഭരണത്തിൽ സുശക്തമായിട്ട് നിൽക്കുക എന്ന് പറയുന്നിടത്താണ് ജനങ്ങളുടെ മാൻഡേറ്റിനെ ഫലപ്രദമായിട്ട് അവർ വിനിയോഗിച്ച് കാണിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണത്തിൽ ഏറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ LDF വോട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കാതിരിക്കുക, അങ്ങനെ ചിന്തിപ്പിക്കാതിരിക്കുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ തന്നെ പറയിപ്പിച്ചു തുടങ്ങി. നന്ദി ശ്രീ ശ്രീ പണിക്കർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ബി റെജി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മുഖ്യമന്ത്രിയാകാൻ നീക്കവുമായി KC വേണുഗോപാലും യോജിപ്പുണ്ടോ? യോജിക്കുന്നവർ 20% മാത്രം, യോജിക്കാത്തവർ 75%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.